തവനൂർ സെൻട്രൽ ജയിലിൽ ജോയിന്റ് സൂപ്രണ്ടിനെ ഭീഷണിപ്പെടുത്തിയതിന് ടി.പി. വധക്കേസ് പ്രതി കൊടിസുനിക്കെതിരെ കേസ്. ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കയ്യിൽ കെട്ടിയ ചുവന്ന ചരട് അഴിക്കാൻ ആവശ്യപ്പെട്ട ജോയിന്റ് സൂപ്രണ്ട് ജിജേഷിനെ കൊടിസുനി ഭീഷണിപ്പെടുത്തിയതായാണ് കേസ്. ജിജേഷിന്റെ പരാതിയിലാണ് കുറ്റിപ്പുറം പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ മാസമാണ് സംഭവം കേസാകാതിരിക്കാൻ പോലീസിലെ ഉന്നതൻ ഇടപെട്ടതായും ആരോപണമുണ്ട്. ജയിലിലെ സുരക്ഷാ പരിശോധന ചുമതല ജിജേഷിനായിരുന്നു. സെല്ലിൽ അന്തേവാസികളെ നിരീക്ഷിക്കുന്നതിനിടെയാണ് സുനിയുടെ കയ്യിൽ ചരട് ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് അഴിച്ചുവെക്കാൻ ആവശ്യപ്പെട്ടു. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ചരട് കണ്ട് അഴിച്ചുവെക്കാൻ കർശന നിർദ്ദേശം നൽകിയപ്പോൾ സുനി ഉദ്യോഗസ്ഥനോട് തട്ടിക്കയറുകയായിരുന്നു. വ്യാജ പരാതി നൽകുമെന്നും കുടുംബത്തെ അടക്കം കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയതായി പരാതിയിൽ പറയുന്നു. ഇതോടെ ഉദ്യോഗസ്ഥൻ ജയിൽ സൂപ്രണ്ടിന് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ വിഷയം കേസാകാതിരിക്കാനും പുറത്തറിയാതിരിക്കാനും പോലീസ് ഉന്നതന്റെ ഇടപെടലുണ്ടായെന്നാണ് ആരോപണം. പോലീസിൽ പരാതിപ്പെടാൻ വൈകിയത് ഇത് കാരണമാണെന്നാണ് സൂചന. കൊടിസുനി പരോളിനും ജയിൽ മാറ്റത്തിനും ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. 2025 ഓഗസ്റ്റ് 17 കൊടിസുനിയെ കണ്ണൂരിൽ നിന്ന് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്ന കൊടിസുനിക്കെതിരെ വ്യാപക പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു മാറ്റം. കണ്ണൂരിൽ നിന്ന് വിചാരണയ്ക്കായി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ പോയി മടങ്ങുമ്പോൾ സുനിയും കൂട്ടുപ്രതികളും പോലീസ് സാന്നിധ്യത്തിൽ ഹോട്ടലിന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ മദ്യപിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു ജയിൽ മാറ്റം. ഈ ചാനൽ കുറ്റിപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്, താനാളൂർ.